ഈ കരിയർ കൗൺസിലിംഗ് ആൻഡ് കരിയർ ഗൈഡൻസ് ഇത് രണ്ടും ഒന്നാണെന്നുള്ള ഒരു ധാരണ പലപ്പോഴും നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അതിൻ്റെ ഒരു ഡിഫറൻസിയേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന്? ശരിക്കും ഈ കരിയർ കൗൺസിലിംഗ് എന്നുള്ളത് ഏത് കോഴ്സ് അല്ലെങ്കിൽ ഏത് മേഖല ചൂസ് ചെയ്യണം എന്നുള്ളതാണ് കരിയർ കൗൺസിലിങ്ങിൽ നിന്ന് കിട്ടുന്നത്. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ആപ്റ്റിറ്റ്യൂഡ്, സ്കിൽസ്, അതുപോലെ തന്നെ ആ കുട്ടിയുടെ പാഷൻ, ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അനലൈസ് ചെയ്തിട്ടാണ് ടെസ്റ്റ് ഒക്കെ ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഈ കുട്ടിയുടെ മേഖല കണ്ടെത്താൻ കഴിയുന്നത്. ഈ കുട്ടിക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന കോഴ്സ് ഏതാണ് എന്നുള്ളത് കണ്ടെത്തുന്നതിനാണ് കരിയർ കൗൺസിലിംഗ് വരുന്നത്. ഇനി ഈ കോഴ്സ് കണ്ടെത്തിയതിന് ശേഷം ആ കോഴ്സ് ഏത് രീതിയിൽ പഠിക്കണം, അതല്ലെങ്കിൽ അതിന് എവിടെയാണ് ഏറ്റവും ആപ്റ്റായിട്ട് പഠിക്കാൻ പറ്റുന്നത്, അതല്ലെങ്കിൽ എൻട്രൻസ് എക്സാമുകൾ ഉണ്ടെങ്കിൽ അതെങ്ങനെ എഴുതണം, അതെങ്ങനെ അപേക്ഷിക്കണം, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം. ഈവൻ കോളേജുകൾ ഏത് കോളേജ് പഠിക്കണം എന്നുള്ളതൊക്കെ ചൂസ് ചെയ്ത് കൊടുക്കുന്നതാണ് ഗൈഡൻസ്. നമ്മളിവിടെയൊക്കെ പല കൺസൾട്ടൻസി ഒക്കെ കരിയർ കൗൺസിലിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാറുണ്ട്. പക്ഷെ അവിടെ ആണ് കൊടുക്കുന്നത്. ഫസ്റ്റ് കൗൺസിലിംഗ് ആണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കിട്ടേണ്ടത്. തീർച്ചയായിട്ടും. അതിനുശേഷം ആ ലക്ഷ്യത്തിലേക്ക് എങ്ങനെ എത്താമെന്ന് വിവരിച്ചു കൊടുക്കുന്നതാണ് കരിയർ ഗൈഡൻസ് എന്ന് പറയുന്നത്. എങ്ങനെ, ഹൗ, എവിടെ, എങ്ങനെ അവിടെ എത്താം എന്നുള്ള ഒരു കാര്യമാണ് ഗൈഡൻസിലൂടെ കിട്ടുന്നത് അല്ലേ?